ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കാർഡ്ബോർഡ് വെച്ച് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ സ്റ്റാൻഡാണ്. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് കുട്ടികളെല്ലാം ഫോൺ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരളവിൽ നമുക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. കാർഡ്ബോർഡ് കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരളവിൽ തന്നെ 3 കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയോടുകൂടി തന്നെ ഇരുന്നോളൂ. ഇനി 16 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ആ ബോർഡ് എടുത്തിട്ട് ബേസായിട്ട് വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിബോൺ പശയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് 16 സെൻറ്റിമീറ്ററും 13 സെൻറ്റിമീറ്ററുള്ള ആ ഒരു ബോർഡ് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റത്തെ ആ കാർഡ്ബോർഡും കൂടി ഫെവിബോൺ പശ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെവിക്കോൾ ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് ലൂസാക്കി വെച്ചിട്ട് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ വൈറ്റ് ആക്രിലിക് കളർ അടിച്ചു കൊടുക്കാം. വൈറ്റ് കളർ ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം ഈ 2 കളർ മിക്സ് ചെയ്തിട്ട് ഫോൺ സ്റ്റാൻഡിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കളറ് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു മാഗസീനിൽ നിന്ന് ഇതുപോലെ കാർട്ടൂൺ ആയിട്ടുള്ള ഫോട്ടോസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫോൺ സ്റ്റാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. വരയ്ക്കാൻ അറിയുന്നവർക്ക് വരച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിക്കർ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. നമ്മുടെ രീതിയിൽ ഫോൺ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ടോ അല്ലെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ടോ നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിക്കർ പോലെ ഒട്ടിച്ചെടുക്കാം. എൻ്റെ ഈ ഒരു ചാനലിൽ കുട്ടികളായിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനൊരു സ്റ്റാൻഡ് സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വൈറ്റ് ആക്രിലിക് കളർ വെച്ചിട്ട് ചെറിയ സ്റ്റാറുകൾ വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് ഫുള്ളായിട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിൻറ്റ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വാർണിഷ് അപ്ലൈ ചെയ്തെടുക്കുക. സ്പ്രേ വാർണിഷ് ഇല്ലെങ്കിൽ സ്ലീക്കിൻ്റെ വുഡൻ വാർണിഷ് അടിച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ ഫോൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൊറോണ ടൈമിൽ നമ്മളെല്ലാവരും ഫോണിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നത്.
അപ്പോൾ മിക്ക കുട്ടികളും കൈ വെച്ചിട്ടാണ് ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടിരുന്ന് ഇങ്ങനെ കാണാനൊക്കെ സാധിക്കും. കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.